മാതൃത്വത്തിന്റെ മനോഹരമായ യാത്രയെ കൂടുതൽ സുരക്ഷിതവും സന്തോഷകരവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ നെന്മാറ കിംസ് സവേറ്റീസ് ഹോസ്പിറ്റലിൽ കിംസ് കഡിൽസ് മദർ ആൻഡ് ചൈൽഡ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. മാതൃ ശിശു ആരോഗ്യ പരിചരണ രംഗത്ത് സമഗ്രവും ആധുനികവുമായ സേവനങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കുന്ന പ്രത്യേക കേന്ദ്രമായാണ് കിംസ് കഡിൽസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഗർഭകാലം മുതൽ പ്രസവാനന്തര പരിചരണം വരെ അമ്മമാർക്കും നവജാത ശിശുക്കൾക്കും ആവശ്യമായ എല്ലാ ആരോഗ്യ സേവനങ്ങളും മികച്ച നിലവാരത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത്. ഗർഭകാല ആരോഗ്യ പരിശോധനകൾ, പ്രസവവുമായി ബന്ധപ്പെട്ട വിദഗ്ധ ചികിത്സ, നവജാത ശിശുക്കളുടെ പ്രത്യേക പരിചരണം, അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള സമഗ്ര ആരോഗ്യ പിന്തുണ എന്നിവ കിംസ് കഡിൽസിലൂടെ ലഭ്യമാകും. പ്രവർത്തനോദ്ഘാടന ചടങ്ങിൽ സിനിമാ താരം ശ്രദ്ധ ഗോകുൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മാതൃത്വത്തിനും ശിശു ആരോഗ്യത്തിനും പ്രത്യേക പ്രാധാന്യം നൽകുന്ന ഇത്തരം സംരംഭങ്ങൾ സമൂഹത്തിനേറെ പ്രയോജനകരമാണെന്നും ആധുനിക സൗകര്യങ്ങളോടെയുള്ള മാതൃ ശിശു പരിചരണ കേന്ദ്രങ്ങൾ കുടുംബങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്നും അവർ പറഞ്ഞു. നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് അപ്രോച്ചബിൾ ആയിട്ട് നമ്മൾക്ക് എന്താ പറയുക, എന്തും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നു ഫിസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രത്തോളം അവയർനെസ് ആണ് അവർ പേഷ്യൻസിന് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അതിനും ഒരു വലിയ അപ്ലോസ് ആണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ആൻഡ് അപ്പോൾ കിംസ് കഡിൽസ് ഒരു വലിയ സക്സസ് ആയിട്ട് മാറട്ടെ. എല്ലാ അമ്മമാരുടെയും ജീവിതത്തിൽ എന്നും ഓർക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജേർണി ആവട്ടെ. അവരുടെ പ്രഗ്നൻസി ജേർണി എന്നും ഓർത്ത് അവർക്ക് സന്തോഷിക്കാൻ പറ്റണം. അത്ര സപ്പോർട്ടൊക്കെ ആയിട്ട് നൽകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ചടങ്ങിൽ ഡോക്ടർ അഞ്ജലി, ഡോക്ടർ നിമ്മി, ഡോക്ടർ അഞ്ജു എന്നിവർ കിംസ് കഡിൽസിന്റെ സേവനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഗർഭകാലത്തിന്റെ ഓരോ ഘട്ടത്തിലും വിദഗ്ധ ഡോക്ടർമാരുടെയും പരിശീലനം നേടിയ ആരോഗ്യ പ്രവർത്തകരുടെയും പിന്തുണ ലഭ്യമാക്കുന്നതോടൊപ്പം അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യ സംരക്ഷണത്തിനാവശ്യമായ സമഗ്ര പരിചരണ സംവിധാനങ്ങളാണ് കേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു. ഒരു ലൈഫിലോ നമ്മുടെ ഫിസിക്കലാകട്ടെ ഇമോഷണൽ ആകട്ടെ ഇതെല്ലാം ചേഞ്ചസ് വരുമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ആ ഒരു ഡെലിവറി ചെയ്തിട്ട് കിടക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ ഒരു അവരുടെ സാക്രിഫൈസിനെ, അവരുടെ സ്നേഹത്തെ, അവരുടെ ധൈര്യത്തെ അത് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ കഡിൽസ് ആഗ്രഹിക്കുന്നത്. അവരുടെ ഓരോ മൊമെന്റിലും അവർ ഒറ്റയ്ക്ക് ആകുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് ആണ് നമ്മൾ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത്. ദാറ്റ് ഈസ് ഫ്രം പ്രഗ്നൻസി ടു ഡെലിവറി, ഡെലിവറി ടു റിക്കവറി. റിക്കവറി എന്ന് പ്രത്യേകം ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ കൂടുതലും മനസ്സിലാവുന്നത് ഡെലിവറി കഴിഞ്ഞിട്ടാണ് കൂടുതലും അമ്മമാർക്ക് നമ്മൾ കെയറും കരുതലും എല്ലാം കൂടുതൽ കൊടുക്കേണ്ടതെന്നാണ്. സാധാരണ എല്ലാവരും ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് എല്ലാവരും കുഞ്ഞിൻ്റെ പുറകെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഡെലിവറി കഴിഞ്ഞിട്ടാണ് ശരിക്കും അമ്മമാർക്ക് ആ ഒരു ഹസ്ബൻഡിൻ്റെ സാമീപ്യവും അവരുടെ കെയറും എല്ലാ കാര്യങ്ങളിലും എന്താ പറയുക ഒരു സർവീസ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ആഫ്റ്റർ ഡെലിവറി ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഗർഭിണികൾക്ക് സുരക്ഷിതവും ആരോഗ്യകരവുമായ മാതൃത്വ അനുഭവം ഉറപ്പാക്കുന്നതിനാണ് കിംസ് കഡിൽസ് ലക്ഷ്യമിടുന്നതെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. ചടങ്ങിന്റെ ഭാഗമായി കിംസ് കഡിൽസ് ഡെലിവറി പാക്കേജിന്റെയും ഉദ്ഘാടനം നടന്നു. ഗർഭിണികൾക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങളും വ്യക്തിഗത പരിചരണവും ഉറപ്പാക്കുന്ന രീതിയിലാണ് ഈ പ്രത്യേക പാക്കേജ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗർഭകാലം മുതൽ പ്രസവം വരെയും പ്രസവാനന്തര ഘട്ടങ്ങളിലും ആവശ്യമായ മെഡിക്കൽ പിന്തുണയും പരിചരണവും ഉൾക്കൊള്ളുന്നതാണ് ഡെലിവറി പാക്കേജ്.
പരിപാടിയുടെ ഭാഗമായി ഗർഭിണികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി വിവിധ വിനോദ പരിപാടികളും ബോധവൽക്കരണ സെഷനുകളും സംഘടിപ്പിച്ചു. മാതൃത്വവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണം, ആരോഗ്യ നിർദ്ദേശങ്ങൾ, കുടുംബാംഗങ്ങളുടെ പങ്കാളിത്തം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ പരിപാടികൾ പങ്കെടുത്തവരിൽ മികച്ച പ്രതികരണം നേടി. മാതൃശിശു ആരോഗ്യ പരിപാലനത്തിന് കൂടുതൽ കരുത്തേകുന്ന സമഗ്ര സേവനങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ച കിംസ് കഡിൽസ് മദർ ആൻഡ് ചൈൽഡ് സെന്റർ നെന്മാറയിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടുംബങ്ങൾക്ക് വിശ്വസനീയമായ ആരോഗ്യ പരിചരണ കേന്ദ്രമായി മാറുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.